അങ്ങനെ നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂട്യൂബിലേക്ക് വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് അധികം സമയവും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് പൊതുവേ നമ്മൾ വീഡിയോസ് ഇടുന്നത് വളരെ കുറവാണ്. എന്തൊക്കെയാണെങ്കിലും ഇന്നലെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഓരോ വീഡിയോസൊക്കെ കാണുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു വീഡിയോ കണ്ടു. അതായത് ഒരു റിട്ടയർഡ് ആയിട്ടുള്ള മേജർ വിജയ് ഭാർഗവ് എന്ന് പറയുന്ന ഒരു ആർമി ഉദ്യോഗസ്ഥൻ്റെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ കാണാനായിട്ട് ഇടയായി. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ അശ്വിനി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ്. ഈ കാണുന്നതാണ് പുള്ളിക്കാരത്തി. അറിയാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ പറയുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷനിലൂടെ പണം സമ്പാദിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ പറയുന്ന പോലെ ചില ശരീരഭാഗങ്ങളൊക്കെ വീഡിയോസ് വഴി കാണിച്ചുകൊണ്ട് ഈ പറയുന്ന ഏകദേശം ഒരു 19 ലക്ഷം രൂപയോളം ഒരു മാസം തന്നെ സമ്പാദിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അശ്വിനിയെ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു പെണ്ണിനെ ബന്ധപ്പെട്ടുകൊണ്ടല്ല ആ ഒരു വീഡിയോ. അതായത് ഈ ഒരു അശ്വിനി എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ ക്രിയേറ്റർ, ഇൻഫ്ലുവൻസർ എന്ന് ഞാൻ പറയുന്നില്ല, വീഡിയോ ക്രിയേറ്റർ, പുള്ളിക്കാരത്തി തൻ്റെ അക്കൗണ്ടിൽ ഒരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ അക്കൗണ്ടിൽ കയറി നോക്കുമ്പോൾ ആ ഒരു റീല് കാണാനില്ല. ഞാനിപ്പോൾ കയറി നോക്കിയപ്പോൾ കണ്ടില്ല, അവർ ഡിലീറ്റ് ചെയ്താവണം. അപ്പോൾ ഈ ഒരു റീലെന്ന് പറയുന്നത് നമ്മുടെ ടോള് കൊടുക്കുമല്ലോ, നമ്മൾ ഈ പറയുന്ന പോലെ വാഹനം ഓടിക്കുന്നവർ ടോള് കൊടുക്കണം, നമ്മുടെ സർക്കാരിലേക്ക് ടോൾ അടക്കണം. അപ്പോൾ ഈ ടോൾ അടക്കുമ്പോൾ ആർമി ഉദ്യോഗസ്ഥന്മാരുടെ ID കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ടോൾ കൊടുക്കേണ്ട, അവിടെ ഫ്രീ ആണ്. ആർമിക്കാർക്കുള്ള ആ ഒരു നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യമാണ് ഇത്തരത്തിലുള്ള ടോളും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടാത്തത്. അപ്പോൾ ആർമിക്കാരുടെ ID കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ പറയുന്ന അശ്വിനി തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഒരു ആർമി ഓഫീസറിൻ്റെ ID കാർഡ് യൂസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ടോൾ അടക്കാതെ, സർക്കാരിലേക്ക് ടോൾ അടക്കാണ്ട് ഒരു സ്ഥലത്തെ കൂടി വണ്ടി ഓടിച്ചു പോകുന്നൊരു വീഡിയോ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പുള്ളിക്കാരത്തി പങ്കുവെച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ നമ്മുടെ ഈ പറയുന്ന മേജറായിട്ടുള്ള വിജയ് ഭാർഗവ്, റിട്ടയർഡ് മേജറായിട്ടുള്ള വിജയ് ഭാർഗവ് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തു, ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല, ഇത് ആർമി ഉദ്യോഗസ്ഥർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്, ഇത് സാധാരണ സിവിലിയൻസിന് ഇത്തരത്തിലെടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മാന്യമായിട്ട് അറിയാൻ വയ്യാത്തൊരു കാര്യം പറഞ്ഞു മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പക്ഷേ അതിന് റിപ്ലൈ ആയിട്ട് അശ്വിനി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് 19 ലക്ഷം രൂപയോളം ഒരു മാസം സബ്സ്ക്രിപ്ഷൻ വഴി പൈസ കിട്ടുന്ന അശ്വിനിയേക്ക് എന്തുമാകാം, കേരളത്തിൽ എന്ത് മാറ്റങ്ങളും വരുത്താമെന്നുള്ള ഒരു സോക്കോൾഡ് മെൻറ്റാലിറ്റിയോടുകൂടി റിപ്ലൈ കൊടുത്തു പുള്ളിക്കാരത്തി. താൻ ആരാണ് ഇതൊക്കെ ചോദിക്കാനായിട്ട്, തനിക്ക് പറ്റൂല്ലെങ്കിൽ താൻ കാണണ്ട, താൻ പോടോ എന്നൊക്കെ ഉള്ള രീതിയിൽ ധാർഷ്ട്യമായിട്ടുള്ള ഒരു റിപ്ലൈ നമ്മുടെ ഈ പറയുന്ന മേജർ വിജയ് ഭാർഗവിന് കൊടുത്തു. പക്ഷേ അദ്ദേഹം അങ്ങനെ ചുമ്മാതിരിക്കുന്ന ഒരാളല്ല. ഈ പറയുന്ന മേജർ വിജയ് ഭാർഗവിൻ്റെ ഇൻസ്റ്റഗ്രാം ID ഒക്കെ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, നല്ല രീതിയിലുള്ള പല കാര്യങ്ങളും വ്യക്തമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടും അത് മനസ്സിലാക്കാൻ പറ്റാതെ ആ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ഒരു വിജയ് ഭാർഗവ് തൻ്റെ രീതിയിൽ ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോയി ഇത് അറിയിക്കേണ്ടടുത്തൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ പറയുന്ന വിജയ് ഭാർഗവ് ഒരു വീഡിയോ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്നത് പോലെ ഇതൊരു സാധാരണ സിവിലിയന് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, ഇത് ആർമി ഓഫീസേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു ആനുകൂല്യമാണ്. ഇത് ഇത്തരത്തിൽ അനാവശ്യമായിട്ട് മിസ്യൂസ് ചെയ്തതിന് ഈ പറയുന്ന പർപ്പിൾ എന്നുള്ള അക്കൗണ്ട് ഉള്ള അശ്വിനിയേക്കും ഈ ആർമി കാർഡ് അശ്വിനിയേക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുത്ത ആ ഒരു ആർമി കൂട്ടുകാരനും കൃത്യമായിട്ട് അവർക്കെതിരെ കേസെടുക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു ആർമി സുഹൃത്ത്, ഈ പറയുന്ന ആർമിക്കാരി, നമ്മുടെ ഈ പറയുന്ന വിജയ് ഭാർഗവ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്, ആർമിക്കാർ തൻ്റെ ഗേൾ ഫ്രണ്ട്സിനോടും അതുപോലെ തന്നെ ഈ പറയുന്ന സമീപിക്കുന്ന പെൺകുട്ടികളോടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, ഈ ഒരു ID കാർഡ് കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ ഇവർ കൊടുക്കുന്നത് രാജ്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വലിയ സീക്രട്ടുകളായിരിക്കും. അത് ചിലപ്പോൾ അന്യരാജ്യത്തേക്ക് ഈ ഒരു പെൺകുട്ടികൾ വഴി എത്തിച്ചേക്കാം. അപ്പോൾ സ്പൈ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളുണ്ടല്ലോ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇന്നിപ്പോൾ ഒരു ടോളാണ് സർക്കാരിലേക്ക് കിട്ടാതെ പോയത്, ചിലപ്പോൾ അടുത്ത സമയങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾ വഴി ചിലപ്പോൾ വലിയ സീക്രട്ടും കാര്യങ്ങളൊക്കെ അന്യരാജ്യത്തേക്ക് പോയേക്കാം. അപ്പോൾ ഇതും ഒരു സാധ്യതയാണ്. അപ്പോൾ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന മേജർ വിജയ് ഭാർഗവ് കൃത്യമായിട്ട് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയും ജനങ്ങൾക്കത് മനസ്സിലായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇത് കുറച്ച് പണിയാകും എന്ന് മനസ്സിലായപ്പോൾ ഈ പറയുന്ന പർപ്പിൾ, അതായത് അശ്വിനി, ഈ തെറ്റ് മനസ്സിലാക്കിയിട്ടൊന്നും ആവില്ല, പേടിച്ചിട്ട് ആ ഒരു വീഡിയോ തൻ്റെ ഇൻസ്റ്റഗ്രാം ID യിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ജയിൽ ശിക്ഷ വരെ അനുഭവിക്കേണ്ട കേസാണ്. ഈ ഒരു കേസിനെ ബന്ധപ്പെട്ടുകൊണ്ട് IPC പ്രകാരം എന്തൊക്കെ ലോ പ്രകാരം ഇവർക്കെതിരെ കേസെടുക്കാമെന്നുള്ള കാര്യമൊക്കെ വ്യക്തമായിട്ട് വിജയ് ഭാർഗവ് തൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതിനെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു ആർമിക്കാരൻ അയാളെ അത്രയും ആദരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഇത്തരത്തിലൊരു സ്ത്രീക്ക് വെറുതെ എടുത്തിട്ട് അമ്മാനമാടാനും ഇൻസ്റ്റഗ്രാമിൽ റീലെടുത്ത് ആഘോഷിക്കാനുള്ള സംഭവമാണ്. ഒരിക്കലും അങ്ങനെയല്ല. ആർമിക്കാർക്ക് കൊടുക്കുന്ന ഓരോ ആനുകൂല്യങ്ങളും അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇടുന്ന എഫേർട്ടും അവർ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും അവരുടെ ആ ഒരു ജീവൻ തന്നെ രാജ്യത്തിൽ സമീപിച്ചുകൊണ്ട് ഈ പറയുന്ന ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തികളായതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ആനുകൂല്യങ്ങൾ നമ്മുടെ രാജ്യം കൊടുക്കുന്നത്. അപ്പോൾ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പെൺകുട്ടി തൻ്റെ കൂട്ടുകാരൻ്റെ ID കാർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ സോക്കോൾഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കുറേ കോപ്രായങ്ങൾ അത് കാണിച്ചു കൂട്ടാൻ പോയിട്ടുണ്ടെങ്കിൽ അത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടൊന്നുമല്ല. അപ്പോൾ ഇതിന് ബന്ധപ്പെട്ടുകൊണ്ട് ജയിൽ ശിക്ഷ വരെയും കിട്ടുന്ന പരിപാടിയാണ് ആർമിക്കാരുടെ ഇത്തരത്തിലുള്ള ID കാർഡുകളൊക്കെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിലേക്കൊക്കെ പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയണം. പർപ്പിൾ ചേച്ചി ഭയങ്കരമായിട്ട് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആവുന്നുണ്ട്. ജനങ്ങളൊക്കെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് ഈ ഒരു പർപ്പിളിനെ പറ്റി. എത്ര ലക്ഷം രൂപയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ സബ്സ്ക്രിപ്ഷൻ വഴി സമ്പാദിക്കുന്നത്? 80 ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ചിലപ്പോൾ നമ്മുടെ ശരീരം കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പെൺകുട്ടി ഇതിലൂടെ പൈസ ഉണ്ടാക്കുന്നതെന്ന്. അല്ല, ഈ പർപ്പിളിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരാളായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ്. അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല. പൊട്ടും പൊടിയൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കാണിക്കും. ഇത് കാണാൻ വേണ്ടിയാണ് ഏകദേശം 25,000-ഓളം വരുന്ന ജനങ്ങൾ ഈ ഒരു പർപ്പിളിനെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. 25,000 പേര് 390 രൂപ വീതം മാസാമാസം കൊടുക്കുകയാണെങ്കിൽ എത്ര ലക്ഷം രൂപയായി? 90 ലക്ഷം രൂപക്ക് അടുത്തായി. ഇനി അത് കൂടി 1 കോടിക്ക് അപ്പുറമാവും. ഇത് കുറേ പേര് പറയുന്നത് ഇത് ബ്ലാക്ക് മണി വൈറ്റ് ആക്കാനുള്ള പരിപാടിയാണെന്ന്. അതായത് ബ്ലാക്ക് മണി കുറേ പേരുടെ അടുത്ത് ഉണ്ടാവില്ല, അതൊക്കെ ഇങ്ങനെ ക്യാഷായിട്ട് എടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്ന പരിപാടികളായിട്ടും കുറേ പേര് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്. ചിലപ്പോൾ ആയിരിക്കാം, നമുക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷേ ഇത് ഒരു വല്ലാത്തൊരു ഇത് തന്നെ കേട്ടോ. നമുക്കിപ്പോൾ ഈ പറയുന്ന പോലെ ഒരുപാട് പോൺ സൈറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി ഗ്രൂപ്പുകളുണ്ട് ഇത്തരത്തിൽ നേക്ഡ് ആയിട്ടുള്ള പല വീഡിയോസും കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പോലും 390 രൂപ പെർ മന്ത് സ്പെൻഡ് ചെയ്തുകൊണ്ട് പർപ്പിളിനെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരെ സമ്മതിക്കണം. ഇൻസ്റ്റഗ്രാം ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നിരിക്കുന്നത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ, എക്സ്ക്ലൂസീവായ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കോണ്ടന്റുകൾ ഷെയർ ചെയ്തിട്ട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഈ പറയുന്ന പണം സമ്പാദിക്കാം എന്നുള്ള രീതിയിലാണ് ഇൻസ്റ്റഗ്രാം ഈ ഒരു സബ്സ്ക്രിപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതിലൂടെ ജനങ്ങൾ ഇത്തരത്തിലത് എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊരുമാതിരി എന്താ പറയുക, എപ്പടം കാണിച്ചു കൊടുക്കുന്നത് പോലെ പൈസ ഉണ്ടാക്കാൻ ജനങ്ങൾ ഇതിലൂടെ ശ്രമിക്കുമെന്നുള്ള കാര്യം എന്തൊക്കെയാണെങ്കിലും ഇപ്പോഴാണ് നമ്മുടെ മെറ്റയ്ക്കും ഇൻസ്റ്റഗ്രാമിനും പോലും മനസ്സിലായിട്ടുണ്ടാവുക. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് ഒരുപാട് പേര് ഈ ഒരു സബ്സ്ക്രിപ്ഷനിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു പർപ്പിൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ കണ്ടു തന്നെയാണ്. ഇപ്പോൾ ആണുങ്ങൾ കുറച്ച് പേര് തുടങ്ങിയിട്ടുണ്ട്, പെണ്ണുങ്ങൾക്ക് മാത്രമല്ലല്ലോ, ആണുങ്ങൾക്കും പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല 6 pack ഒക്കെ ഉള്ള ചെക്കന്മാർ കുറേ പേര് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അത് കാണിച്ചു തരാം, തൊട കാണിച്ചു തരാം, നെഞ്ച് കാണിച്ചു തരാൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ തുടങ്ങും എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് മാറുന്നതനുസരിച്ച് ജനങ്ങളും മാറുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ട്രെൻഡ് ഒരാൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചധികം പേര് അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെയും ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറക്കി തുടങ്ങും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി ചിലപ്പോൾ സബ്സ്ക്രിപ്ഷൻ കേരളത്തിലൊരു ട്രെൻഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത്രയും പൈസ ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ജനങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കി കൊടുത്തത് ഈ പറയുന്ന അശ്വിനി തന്നെയാണ്. അതിനെ നമുക്കൊരിക്കലും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അത് അശ്വിനി തന്നെയാണ് ആദ്യം ഈ ഒരു സബ്സ്ക്രിപ്ഷൻ കൊണ്ടുവന്നതും ഇത്രയും പേര് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചതും. 19 ലക്ഷം രൂപയോളം ഒരു മാസം തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ സമ്പാദിക്കാൻ പറ്റുമെന്ന് കേരളത്തിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ് അശ്വിനി. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അതല്ല നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു വിജയ് ഭാർഗവ് അശ്വിനിനെ പറ്റി പറഞ്ഞ ചില കാര്യങ്ങളാണ്. ഇനി ചിലപ്പോൾ ഇത് ജയിൽ ശിക്ഷയിലേക്ക് പോകുമോ, അറസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. എന്തൊക്കെയാണെങ്കിലും വളരെ വലിയൊരു ക്രൈമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു ക്രൈമാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇത്തരത്തിൽ ആർമി സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങളും ഒരിക്കലും ഇത് ആവർത്തിക്കാനായിട്ട് പാടില്ല. ആർമി ഒഫീഷ്യൽസിന് അല്ലെങ്കിൽ ആർമി ഓഫീസേഴ്സിന് ഇത്തരത്തിലുള്ള ഈ പറയുന്ന ID കാർഡുകളൊക്കെ കൊടുത്തിരിക്കുന്നത് അവർ നമ്മുടെ രാജ്യത്തിന് കൊടുക്കുന്ന ആ ഒരു സംഭാവനയ്ക്ക് നമ്മുടെ രാജ്യം അവരെ ആദരിക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഒരിക്കലും അത് മിസ്യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്